ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ 17ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നല്ല ദൈവം നമ്മളെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ വലിയ സ്നേഹവും കാരുണ്യവുമാണ് ഈ ശുശ്രൂഷയിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി നമുക്ക് നന്ദി പറയാം. കൂടുതലായി അവരെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ പഠനങ്ങളെല്ലാം പുറകിലുള്ളത് കുറച്ചുകൂടി അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി അവിടുത്തോട് ചേരുക എന്നതാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പെന്തക്കോസ്ത ആഘോഷിച്ചു. ഒരുങ്ങി പെന്തക്കോസ്തയിലേക്ക് പ്രവേശിച്ച് നമ്മൾ കൂടുതൽ ഉണർവോടുകൂടി അവിടുത്തെ സഭയിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ പഠനങ്ങളെല്ലാം അതിന് കൂടുതൽ സഹായകരമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും തിരുസഭയെയും ലോകം മുഴുവനെയും നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് കൊറോണ വൈറസ് വ്യാപനം മൂലം അസ്വസ്ഥപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ വ്യക്തികളെയും നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് വയ്ക്കാം. ഇന്നേ ദിവസത്തെ ഈ ശുശ്രൂഷ ദൈവത്തെയും അവിടുത്തെ സഭയെയും കൂടുതലായി അറിയുന്നതിനും അങ്ങനെ സ്നേഹിക്കുന്നതിനും കാരണമായിട്ട് നമ്മൾ പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ ത്രിത്വത്തെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമ്മളെ ഹൃദയത്തിൽ നിന്ന് സ്വരമുയർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായെ, എന്റെ ഏക കർത്താവും ഏക ഗുരുവും ഏക ദൈവവും സർവസ്വവുമായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും അവന്റെ എല്ലാവിധ ആഡംബരങ്ങളെയും അവന്റെ എല്ലാ തെറ്റായ പ്രബോധനങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് തന്നെ ഈ ശുശ്രൂഷയെ നയിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശ്വരത്തെ പ്രിയപ്പെട്ടവരെ, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ എപ്പിസോഡ് അല്പം വൈകി. നമ്മൾ വീണ്ടും അടുത്ത എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നു. കൂടുതലായിട്ട് ആളുകൾ ഈ എപ്പിസോഡ് കാണുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എങ്കിലും തോന്നുന്നത് ഇത്രയും പേര് ഇതിലേക്ക് എത്തിക്കാൻ പോരാ. ഇത് കൂടുതലായിട്ട് വളരെ കൂടുതൽ ആളുകൾ ഇനിയും അറിയേണ്ടതുണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ചുറ്റുപാട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് സഭയോടുള്ള സ്നേഹത്തിലും സഭാ പ്രബോധനങ്ങളൊക്കെ ആരംഭിച്ചിട്ട് ക്രമേണ സഭയ്ക്ക് വിരുദ്ധമായിട്ട് തന്നെ പ്രബോധനവും നിലപാടുകളൊക്കെ മാറുന്ന അവസ്ഥകൾ കൂടുതലായിട്ട് ഇപ്പോൾ സംഭവിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തില് ഇതുപോലുള്ളൊരു പഠനം വളരെ അത്യാവശ്യമാണെന്ന് കരുതുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത വ്യക്തികളിലേക്ക്, നിങ്ങളുടെ മറ്റു ബന്ധുക്കളിലേക്ക്, സ്നേഹിതരിലേക്ക്, നിങ്ങളുടെ മറ്റു വാട്സപ്പ് കൂട്ടായ്മകളിലേക്ക്, ഫേസ്ബുക്ക് കൂട്ടായ്മ, അതിലേക്കെല്ലാം നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നത് പോലെ
സഭയെയും ദൈവത്തെ സ്നേഹിക്കാനുള്ള നല്ലൊരു അവസരമാണല്ലോ ഇത്. അത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുക. കൂടുതലായി അനേകര് സഭയെയും ഈശോയെയും കൂടുതലായിട്ട് അറിയുകയും സ്നേഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഈ എപ്പിസോഡിലേക്ക് ക്ലാസ്സുകളിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഇത് ഖണ്ഡികകളിലേക്ക് എന്ന് പറയാം അല്ലേ? ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഖണ്ഡിക 355 ഖണ്ഡിക മുതൽ 384 ഖണ്ഡിക വരെയാണ്. കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായിട്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിന്റെ 1-ാം വകുപ്പിനെ കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിലെ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ആകാശവും ഭൂമിയും എന്നീ 2 പ്രയോഗങ്ങളെ കുറിച്ചായിരുന്നു. ഈ ആകാശവും ഭൂമി എന്നീ 2 പ്രയോഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചപ്പോൾ അതിൽ പ്രധാനമായി നമ്മൾ കണ്ട കാര്യം മാലാഖമാരെ കുറിച്ചായിരുന്നു. മാലാഖമാരുമായിട്ടുള്ള ബന്ധം, അതായിരുന്നു ദൈവത്തിന് മാലാഖമാരുമായിട്ടുള്ള ബന്ധം, മാലാഖമാർക്ക് മനുഷ്യരുമായിട്ടുള്ള ബന്ധം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ കണ്ടത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സൃഷ്ടി, അതായത് സൃഷ്ടിയായ മനുഷ്യൻ. നമ്മൾ നേരത്തെ കണ്ടത് സൃഷ്ടിയായ മാലാഖയെ കുറിച്ച് കണ്ടു. ദൈവത്തിന്റെ സൃഷ്ടിയായ മാലാഖയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ, ആ കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചിന്തിക്കുന്നത്. 353 അല്ലേ? 355. ആദ്യമേ 355 ഖണ്ഡിക തന്നെ വായിക്കാം. ഖണ്ഡിക മനുഷ്യൻ എന്നാണ് ഹെഡിങ്. തൊണ്ടയ്ക്കല്പം പ്രശ്നമൊക്കെ ഉണ്ട്, നിങ്ങളത് കൃത്യമായിട്ട് ക്ഷമിക്കുക. സ്വരത്തിന്റെ വ്യതിയാനങ്ങൾക്ക്. ഓക്കെ. ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടികളുടെ ഇടയിൽ മനുഷ്യന് അതുല്യ സ്ഥാനമുണ്ട്. അവൻ ദൈവ ഛായയിലുള്ളവനാണ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അറിവുള്ള കാര്യമാണ്. അതിൽ ഓരോന്നും ഓരോ പോയിന്റുകളാണ്. ഒന്ന് വായിക്കാതെ ഓരോന്നും ഓരോ പോയിന്റുകളും. ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഒന്ന് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു. ദൈവമാണ് അവനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഛായയിലും സദസ്സിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവം സ്ത്രീയും പുരുഷനുമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടികളുടെ ഇടയിൽ മനുഷ്യന് അതുല്യ സ്ഥാനമുണ്ട്. മറ്റു സൃഷ്ടികളെക്കാൾ അതുല്യമായ സ്ഥാനമാണ് മനുഷ്യനുള്ളത്. അവൻ ദൈവ ഛായയിലുള്ളവനാണ്. അവൻ ദൈവ ഛായയിലുള്ളവനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ട് അവന്റെ സൃഷ്ടികർമ്മവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം അർഹിക്കുന്ന ചില ഘടകങ്ങളാണ്. ഓക്കെ. അടുത്ത 356 ഖണ്ഡിക. 356 ഖണ്ഡിക ദൈവഛായയിൽ എന്നാണ് ഹെഡിങ്. ദൃശ്യമായ സർവ്വ സൃഷ്ടികളുടെയും ഇടയിൽ തന്റെ സ്രഷ്ടാവിനെ അറിയുവാനും സ്നേഹിക്കുവാനും കഴിവുള്ളവൻ മനുഷ്യൻ മാത്രമാണ്. അതായത് എന്താ പറയാ, അനേകം സൃഷ്ടപ്രപഞ്ചം, അനേകം വൈവിധ്യമുള്ള സൃഷ്ടിജാലങ്ങള്, ഇത്രമാത്രം സൃഷ്ടിജാലങ്ങളുള്ളതിന്റെ ഇടയിൽ ദൈവത്തെ അറിയാനും സ്നേഹിക്കുവാനും കഴിവുള്ളവരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. അവിടെ അറിവ് എന്നുള്ളത് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് ഐക്യത്തെയാണ്. നമ്മൾ കേവലം ഒരു ബൗദ്ധികമായ അറിവ് മാത്രമല്ല, അതിനേക്കാളുപരി ഒന്നാകലിനെ കുറിച്ചും കൂടി സൂചിപ്പിക്കുകയാണ്. ദൈവ ഐക്യം, ആ സ്നേഹിക്കാനും ഐക്യപ്പെടാനും, സ്നേഹത്തിന് പൂർണ്ണതയാണ് ഐക്യം. അതിനുള്ള കഴിവ് നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യനെ മാത്രമാണ്. അതുകൊണ്ട് പറഞ്ഞ് വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. ലോക സൃഷ്ടികളിൽ മനുഷ്യനെ മാത്രമാണ് ദൈവം അവന് വേണ്ടി തന്നെ സൃഷ്ടിച്ചത്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. ദൈവത്തിന് വേണ്ടി. ഇതെല്ലാം മനുഷ്യന്റെ ആ ഒരു മാഹാത്മ്യമാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സൃഷ്ടി അതായത് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ബാക്കി ഭൂമിയിലെ സൃഷ്ടികളല്ല. മനുഷ്യനാകട്ടെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത്. വീണ്ടും അടുത്തൊരു എപ്പിസോഡ് വരുന്നുണ്ട്. അതായത് നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോറിന്റെ കേട്ടിട്ടുണ്ട്, പേന ഒരിക്കലും കാണാതെ പോയി. അത് പേപ്പറൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു. നമ്മുടെ എത്ര പേന കാണാൻ പോയിട്ടുണ്ട് എന്നൊരു. അപ്പം വാസ്തവത്തില് പേനയുടെ വലിപ്പം കൊണ്ടല്ല, അതാരെഴുതി എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മള് ആരാ സൃഷ്ടിക്കപ്പെട്ടു, ആരുടെ ഛായ സാഹസം സൃഷ്ടിക്കപ്പെട്ടു, നമ്മൾ ആർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നതൊക്കെയാണ് നമ്മുടെ മാഹാത്മ്യം വർദ്ധിപ്പിക്കുന്നത്. അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ജ്ഞാനവും സ്നേഹവും വഴി ദൈവത്തിന്റെ ജീവനിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണ്. വളരെ വളരെ ഇതൊരു ചെറിയൊരു വാക്യമായിട്ടാണെങ്കിലും ഒത്തിരിയേറെ അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണത്. ജ്ഞാനവും സ്നേഹവും വഴി ദൈവത്തോട് ഐക്യപ്പെടുക. നമ്മൾ പലപ്പോഴും പ്രഭാഷണ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്നാൽ സത്യവും സ്നേഹവുമാണ്. ചിലർ ദൈവത്തോട് ഐക്യപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് ജ്ഞാനം കൊണ്ട് മാത്രമാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് മാത്രമാണ്.
വിശ്വാസത്യങ്ങൾ അവർ പഠിക്കുന്നു, വിശ്വാസത്യങ്ങൾ പഠിപ്പിക്കുന്നു, അത് കൂടുതൽ കൂടുതൽ വിശകലനം ചെയ്യുന്നു. അങ്ങനെ ഈ ജ്ഞാനം കൊണ്ട് മാത്രം, അതൊരു വശം മാത്രമാണ്, ജ്ഞാനം കൊണ്ടും സ്നേഹം കൊണ്ടും. ഇനി സ്നേഹം കൊണ്ടും വെറുതെ ഒരു ഭക്തി അങ്ങനെയുള്ള വൈകാരികത മാത്രം പോരാ, ശരിയായ ജ്ഞാനവും ആവശ്യമുണ്ട്. ദൈവം സത്യവും സ്നേഹവുമാണ്. ബെഡിറ്റോപ്പ് പറയുന്ന ഒരു അഗാപ്പയും ലോഗോസുമാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം നമ്മൾ നേടണം. ദൈവത്തെ നമ്മൾ തന്നെ സ്നേഹവും കൊണ്ട് നമ്മൾ ദൈവത്തോട് ഒന്നുചേരണം. അപ്പൊ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെ ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും പഠിപ്പിക്കും. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും. അപ്പൊ ഇത് ഈ ജ്ഞാനവും സ്നേഹവും നമ്മൾ രണ്ടു വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ബാക്കി വായിക്കാവേ. ഈ ലക്ഷ്യത്തെ പ്രതിയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അവന്റെ മഹാത്മ്യത്തിന്റെ അടിസ്ഥാന കാരണവും ഇത് തന്നെ. പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് മനുഷ്യൻ മഹാത്മ്യമുള്ളതായിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അത് 357 ഖണ്ഡിക. ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല, പ്രത്യുത ഒരു ആളാണ്. ദൈവം വ്യക്തിയായിരിക്കുന്നതുകൊണ്ട്, ദൈവത്തിന്റെ ഛായ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവന് വസ്തുവല്ല, അവനും ഒരു വ്യക്തിയാണ്. വ്യക്തിയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നീ ആ പാരഗ്രാഫിന്റെ തന്നെ അവസാനത്തെ സെന്റൻസും കൂടെ വായിക്കട്ടെ. തനിക്ക് പകരം മറ്റൊരു സൃഷ്ടിക്കും നൽകാൻ കഴിയാത്ത വിധത്തിലുള്ള വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യുത്തരം അവിടത്തേക്ക് നൽകാൻ വേണ്ടിയാണ് ഇത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തൊട്ടുമുമ്പത്തെ കണിയെ പറഞ്ഞതാണ്. ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ അറിയാനുമുള്ള കഴിവ് ദൈവം മനുഷ്യന് മാത്രമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു സൃഷ്ടിക്കാൻ കഴിവില്ല. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം സ്നേഹിക്കാൻ വേണ്ടി മറ്റാരുമില്ല. മനുഷ്യന് മാത്രമേ ഈ സൃഷ്ടിയിൽ നിന്നും ദൈവത്തെ അറിയാൻ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം അനന്യമായ സ്ഥാനമാണുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്ന. ഒന്ന്, മറ്റ് സൃഷ്ടികൾക്ക് ദൈവത്തിന് പകരം സ്നേഹിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്, അല്പം കൂടി നമ്മൾ അത് ധ്യാനാത്മകമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സ്നേഹിച്ചില്ലെങ്കിൽ ആ മനുഷ്യന് പകരം മറ്റൊരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്. കാരണം ഓരോ മനുഷ്യനും അനന്യനാണ്. ആ അനന്യമായ രീതിയിൽ തന്നെ അവൻ ദൈവത്തെ സ്നേഹിക്കാനായിട്ടുണ്ട്. ഒന്ന്, പ്രപഞ്ചത്തിലെ മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ മാത്രം ദൈവത്തെ സ്നേഹിക്കാനായിട്ടുണ്ട്. രണ്ട്, ഒരു മനുഷ്യന് വ്യത്യസ്തനായി മറ്റു മനുഷ്യൻ വ്യക്തിപരമായി ദൈവത്തെ സ്നേഹിക്കാനായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ദൈവത്തെ സ്നേഹിക്കാതിരുന്നു കഴിഞ്ഞാൽ സൂര്യ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് പകരമാകുകയില്ല. കാരണം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദൈവത്തെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ധ്യാനം പറഞ്ഞു കഴിഞ്ഞാൽ 99 ആടുണ്ടായിട്ട് ഒരാടിനെ തേടിപ്പോയി. ഇപ്പൊ 99 ആടിന്റെ സ്നേഹം കിട്ടിയിട്ടും ഈ ഒരാടിന്റെ സ്നേഹം മേടിക്കാൻ വേണ്ടി ദൈവം നടക്കുകയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് തീർത്തിവിടാൻ വേണ്ടിയിട്ടല്ല, ഓരോരുത്തരുടെ സ്നേഹം അത്രയും വ്യക്തിപരമായി സ്നേഹിക്കാനുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണത്. 358 കളിയാണ്. മനുഷ്യന് വേണ്ടിയാണ് ദൈവം സമസ്തവും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാകട്ടെ ദൈവത്തെ സേവിക്കുവാനും സ്നേഹിക്കുവാനും സർവ്വ സൃഷ്ടികളെയും അവിടത്തേക്ക് സമർപ്പിക്കുവാനും വേണ്ടിയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ച കാര്യമാണ്. ഫ്രാൻസിസ് പുണ്യാളിന്റെ ഫോട്ടോയെ കുറിച്ചൊക്കെ പറഞ്ഞത് സൃഷ്ടികളെല്ലാം മനുഷ്യന് വേണ്ടി, മനുഷ്യനാകട്ടെ ദൈവത്തിന് വേണ്ടി പറഞ്ഞതാണ്. 359 ഖണ്ഡിക. വാസ്തവത്തിൽ ശരീരം ധരിച്ച വചനത്തിന്റെ രഹസ്യത്തിൽ മാത്രമാണ് മനുഷ്യ രഹസ്യം യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമുക്കറിയാം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് നമുക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയത് ദൈവം തന്നെയായ ഈശോയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് ലഭിക്കുന്നത് ഈശോയിൽ കൂടിയാണ്. കാരണം ദൈവത്തിന്റെ കണ്ണിൽ കൂടി കാര്യങ്ങളെല്ലാം നമ്മളെ കാണാൻ പഠിപ്പിച്ചത് ഈശോയാണ്. നമ്മുടെ ഈശോ മനുഷ്യനെ കുറിച്ച് എന്ത് പറഞ്ഞു, ഈശോ മനുഷ്യൻ എന്തുമാത്രം മാഹാത്മ്യമുണ്ടെന്ന് ഈശോ പറഞ്ഞു. അതാണ് ഉദാഹരണത്തിന് അതാണ് യഥാർത്ഥ മനുഷ്യന്റെ വില. ഇപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കുകയാണ്, എനിക്ക് ഇന്നതൊക്കെ ഉണ്ട്, ഇതൊന്നുമില്ല. അത് നമ്മൾ തന്നെ, അതായത് പരിമിതിയുള്ള തെറ്റായ അറിവിൽപ്പെട്ടുപോയ സാത്താന്റെ ഇടപെടലുള്ള സ്വാധീനമുള്ള ബുദ്ധിയിൽ നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കുകയാണ്. വേറെ മനുഷ്യൻ നമ്മളെ കുറിച്ച് പറയുകയാണ്, അയാൾ പറയുകയാണ് ബിജു അങ്ങനെയാണ് പറയുകയാണ്. അതും അറിവിന്റെ പരിമിതിയുള്ള അല്ലെങ്കിൽ ബുദ്ധിയിൽ അന്ധകാരമുള്ള ഒരു മനുഷ്യന്റെ എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇത് രണ്ടും തെറ്റാണ്. എന്നെ കുറിച്ചുള്ള ഞാൻ ആരാണെന്ന് ശരിക്കും അറിയാവുന്നത് എന്നെ സൃഷ്ടിച്ച ദൈവത്തിനാണ്. അതുകൊണ്ട് ആ ദൈവം വന്ന് മനുഷ്യനെ കുറിച്ച് എന്ത് പറയുന്നു, മനുഷ്യൻ എന്തുമാത്രം വിലയുണ്ടെന്ന് പറയുന്നു, അതാണ് മനുഷ്യന്റെ യഥാർത്ഥ വില. അതാണ് പറയുന്നത്, അവതാരം ചെയ്ത ക്രിസ്തുവിൽ മാത്രമേ മനുഷ്യൻ രഹസ്യം ശരിക്കും വെളിപ്പെടുകയുള്ളൂ. ഈശോ എന്താ പറഞ്ഞത്? ഒരുവൻ ലോകം മുഴുവനും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞു. ഈശോ പറയുകയാണ്, അനേകം കോടി ഗാലക്സികളുള്ള ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനേക്കാൾ വില മനുഷ്യനുണ്ട്. അപ്പോൾ ക്രിസ്തുവിൽ കൂടിയാണ് നമ്മുടെ വില പഠിക്കുന്നത്, മനുഷ്യൻ ആരാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് കൃത്യമായിട്ട് കാറ്റഗിസം പഠിപ്പിക്കുന്നത്. 359 വെച്ചത് 360.
പൊതുവായ ഉൽപ്പത്തി മൂലം മനുഷ്യവംശത്തിന് മുഴുവനും ഒരു ഏകത്വം ഉണ്ട്. കാരണം ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി ദൈവം ഒരു പൂർവികനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അതായത് ഒരു വ്യക്തിയിൽ നിന്നാണ്. നമുക്കറിയാം, ആദ്യമേ മനുഷ്യനാണ് ഉണ്ടായിരുന്നത്. ആ മനുഷ്യനിൽ നിന്നാണ് പിന്നീട് ഹവ്വ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് പിന്നീട് മനുഷ്യവർഗം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പൊ ഒറ്റ വ്യക്തിയിൽ നിന്നാണ് മനുഷ്യവർഗം മുഴുവൻ എല്ലാം ഉണ്ടാകുന്നത്. ദൈവം ഒരു വ്യക്തിയെ സൃഷ്ടിച്ചു. ആ വ്യക്തിയിൽ രണ്ടായി, അല്ലെങ്കിൽ അത് ഹവ്വയായി. അവരിൽ നിന്നാണ് പിന്നെ മനുഷ്യവർഗം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് ഈ ഒന്നാമത്തെ വ്യക്തിയിൽ സംഭവിക്കുന്നതെല്ലാം ലോകം മുഴുവനെയും ബാധിക്കും. ഒന്ന് മാത്രമല്ല, ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവരായതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ലോകത്തുള്ള സകല മനുഷ്യരും പരസ്പരം ഒരു ബന്ധമുള്ളവരാണ്. ഞാൻ കൃത്യമായിട്ട് അടുത്ത് വായിച്ചാണ്, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതായത് കാലിക്കസിലെ വളരെ വിശദമായിട്ട് നമ്മൾ ആദത്തിൽ നിന്ന് മനുഷ്യവർഗം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അത് മനുഷ്യവർഗത്തെ മുഴുവൻ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് മനോഹരം പഠിപ്പിക്കുകയാണ്. വായിച്ചത് ദൈവത്തിൽ നിന്നുള്ള ഉൽപ്പത്തിയുടെ ഐക്യത്തിൽ മനുഷ്യവംശത്തെ കുറിച്ച് വിചിന്തനം ചെയ്യുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ദർശനം എത്ര ആശ്ചര്യവഹമാണ്. അവ സർവ്വ മനുഷ്യരിലും അരൂപിയായ ആത്മാവോടും ഭൗതിക ശരീരത്തോടും കൂടെ തുല്യമായി സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യപ്രകൃതിയുടെ ഐക്യത്തിൽ മനുഷ്യവംശത്തിന്റെ ആസന്നമായ അന്ത്യത്തിന്റെയും മനുഷ്യവംശത്തിന് ലോകത്തിൽ നിർവഹിക്കുവാനുള്ള ദൗത്യത്തിന്റെയും ഐക്യത്തിൽ മനുഷ്യവർഗത്തിന്റെ മുഴുവനും വാസസ്ഥാനമായ ഭൂമിയുടെ ഐക്യത്തിൽ ജീവസന്ധാരണത്തിനും പരിപോഷണത്തിനുമായി ഈ ഭൂമിയുടെ പ്രയോജനങ്ങളെ വിനിയോഗിക്കുവാൻ എല്ലാ മനുഷ്യർക്കും പ്രകൃതി തന്നെ അവകാശം നൽകുന്നുണ്ട്. എല്ലാവർക്കും പൊതുവായ പ്രകൃത്യാതീത ലക്ഷ്യത്തിന്റെ ഐക്യത്തിൽ എല്ലാ മനുഷ്യരും ഉന്നം വയ്ക്കേണ്ട ദൈവം തന്നെയാണ് ഈ ലക്ഷ്യം. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിനുള്ള മാർഗങ്ങളുടെ ഐക്യത്തിൽ എല്ലാവർക്കുമായി ക്രിസ്തു നേടിത്തന്ന രക്ഷയുടെ ഐക്യത്തിൽ ഈ ഐക്യത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് മാനവരാശി ഒരുമിച്ച് വിചിന്തനം ചെയ്യുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിൽ നിന്ന് എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടു. ഒരു വ്യക്തി വഴി എല്ലാവരും പാപത്തിന് അധീനരായി. അതിനാൽ ഒരു വഴിയിൽ കൂടി തന്നെ എല്ലാവരും പുറത്തു പോയതുകൊണ്ട് ഒരു വഴിയിൽ കൂടി തന്നെ എല്ലാവരും രക്ഷയിലേക്ക് വരണം. ഒരു വ്യക്തി വഴി എല്ലാവരും പാപത്തിലേക്ക് വീണുപോയി. ഒരു വ്യക്തി വഴി എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടു. ഒരു വ്യക്തി വഴി എല്ലാവരും പാപത്തിന് അധീനരായി. അതുകൊണ്ട് തിരിച്ചു വരേണ്ടതും ഒരു വ്യക്തിയിൽ കൂടിയാണ്. എല്ലാവർക്കും ഒരു ലക്ഷ്യം. അത് ദൈവമാണ് ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാ മനുഷ്യനും ലക്ഷ്യം. ആദ്യത്തിൽ എല്ലാ മനുഷ്യരും പാപം ചെയ്തു പോയിരിക്കുന്നതുകൊണ്ട്, എല്ലാ മനുഷ്യരിലേക്ക് പാപം കടന്നു വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും തിരിച്ച് ദൈവത്തിലേക്ക് ചെല്ലാൻ വേണ്ടി ഒരു ലക്ഷ്യമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ഈശ്വരനായ ഏകലക്ഷ്യം പറയാനുള്ള കാരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും തമ്മിൽ, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂർവികനായിരിക്കുന്നത് കൊണ്ട് എല്ലാ മനുഷ്യരും തമ്മിൽ സാഹോദര്യമുണ്ട്. നമ്മള് മറ്റു മതസ്ഥരായാലും മതമില്ലാത്തവരായാലും ദേശീയവാദികളാണെങ്കിലും ഇനിയിപ്പം ഒരു സംസ്കാരമില്ലാത്ത മനുഷ്യരാണെങ്കിൽ തന്നെയും എല്ലാവരും ഒരു പൊതുപൂർവികനായിരിക്കുന്നത് കൊണ്ട് എല്ലാവരും തമ്മിലൊരു സാഹോദര്യമുണ്ട്. ഈശോ പഠിപ്പിച്ച സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ എന്ന പ്രാർത്ഥനയ്ക്ക് വളരെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. അടുത്തത് 362 ഖണ്ഡിക. 61 ഖണ്ഡിക. ഓക്കെ, 61 ഖണ്ഡിക. മനുഷ്യരുടെ പരസ്പര അഭിമുഖ്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ഈ നിയമം സർവ്വ മനുഷ്യരും യഥാർത്ഥത്തിൽ സഹോദരങ്ങളാണ് എന്ന് ഉറപ്പു നൽകുന്നു. അതേസമയം വ്യക്തികൾ, സംസ്കാരങ്ങൾ, ജനപദങ്ങൾ എന്നിവയുടെ വൈവിധ്യത്തെ ഈ നിയമം പുറംതള്ളുന്നില്ല. വൈവിധ്യം ഉണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞു നിർത്തി തന്നെയാണ്. പല മതപരമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ വൈവിധ്യങ്ങളുണ്ട്. എങ്കിൽ തന്നെയും ഒരു പൊതുപൂർവികനായിരിക്കുന്നതുകൊണ്ട് എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. 362 ഖണ്ഡിക. ശരീരവും ആത്മാവും ചേർന്ന ഒന്ന്. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരേ സമയം ശരീരിയും ആത്മീയനുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ സൃഷ്ടി വിവരണം ഈ സത്യം പ്രതീകാത്മകമായി ആവിഷ്കരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അതായത് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് ശരീരവും ആത്മാവും ഉണ്ട്. ശരീരം മാത്രമേ ഉള്ളൂവെങ്കിൽ മൃഗമെന്ന് വിളിക്കാം. ആത്മാവ് മാത്രമേ ഉള്ളൂവെങ്കിൽ മാലാഖയെന്ന് വിളിക്കാം. ഈ ശരീരവും ആത്മാവും ഉള്ളതുകൊണ്ടാണ് മനുഷ്യനായിരിക്കുന്നത് തന്നെ. മനുഷ്യൻ ദ്വിമാന പ്രകൃതിയാണുള്ളത്. അപ്പൊ അത് ഈ മനുഷ്യന് ആത്മാവും ശരീരവും ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വചനമാണ് വായിച്ചു കേട്ടത്. ആദ്യം മനുഷ്യന്റെ പൂഴിയിൽ സൃഷ്ടിച്ചു. അപ്പൊ മനുഷ്യ ശരീരമാണെന്നുള്ള
മനുഷ്യന്റെ ശരീരമുണ്ടെന്നുള്ള സൂചനയാണ്. തൊട്ടുപിറകെ അവനിലേക്ക് ശ്വാസം മൂതി അവൻ ജീവൻ ഉണ്ടായി എന്ന് പറയുന്ന അവനൊരു ആത്മീയമായ പ്രകൃതി ഉണ്ടെന്നതിന്റെ സൂചനയാണ്. ഇത് വിശദീകരിക്കുകയാണ് കരകസം ചെയ്തത്. അടുത്ത 364 ഖണ്ഡിക, 363 ഖണ്ഡിക. വിശുദ്ധ ലിഖിതത്തിൽ ആത്മാവ് എന്ന സംജ്ഞ പലപ്പോഴും മനുഷ്യജീവനെയോ സമ്പൂർണ്ണ മനുഷ്യ വ്യക്തിയെയോ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ആത്മാവ് എന്ന പദം മനുഷ്യനിലെ ഏറ്റവും അമൂല്യമായ അവന്റെ അന്തസ്സത്തയെയും സൂചിപ്പിക്കുന്നു. അതായത് വിശുദ്ധ ബൈബിളില് ആത്മാവെന്ന് പറയുമ്പോൾ പല രീതിയിൽ ചിലപ്പോൾ ആത്മാവെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെയായിരിക്കും, അവർ പറഞ്ഞിട്ടില്ല. അത് വേറൊരു കോണ്ടസ്റ്റിലാണത്. മറ്റു ചിലപ്പോഴൊക്കെ ആത്മാവെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ആത്മാവുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ സമ്പൂർണ്ണ വ്യക്തിത്വത്തെ മുഴുവൻ സൂചിപ്പിക്കാൻ വേണ്ടി ആത്മാവെന്ന് പറയാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അന്തസ്സത്തയിലാണ് അവൻ വളരെ സവിശേഷമാം വിധം ദൈവത്തിന്റെ ഛായ സംവഹിക്കുന്നത്. അതായത് ഈ ആത്മാവ് എന്നുള്ള ചുരുക്കത്തിൽ ആത്മാവ് എന്ന സംജ്ഞ മനുഷ്യനിലെ ആധ്യാത്മിക തലത്തെ സൂചിപ്പിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, പലപ്പോഴും നമ്മൾ പറയുന്നത് എനിക്കൊരു ആത്മാവുണ്ട്, എനിക്കൊരു ആത്മാവുണ്ടെന്ന് പറയുമ്പോൾ അറിയാതെ നമ്മൾ വിചാരിച്ചു പോകുന്നത് എനിക്കൊരു ശരീരമുണ്ട് എന്ന് അതിന്റെ അകത്തൊരു ആത്മാവുണ്ട്, അതായത് ശരീരത്തിനാണ് പ്രാമുഖ്യം എന്നാണ് ഒരു ചിന്ത. പക്ഷെ അങ്ങനെയല്ല, ആത്മാവുണ്ട്. അത് ആത്മാവുള്ള എനിക്ക്, ഈ ആത്മാവ് എനിക്ക് ഒരു ശരീരം ഉണ്ടെന്നേ ഉള്ളൂ. അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മള് കാരണം വിലപ്പെട്ടത് ആത്മാവാണ്. യേശു പറഞ്ഞൊരു വചനത്തിന്റെ സൂചന ഉണ്ടല്ലോ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്നിനും വേണ്ടെന്ന അർത്ഥത്തിലല്ല, ആത്മാവിന്റെ വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ വില കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു അത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലും എന്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ നമ്മൾ അതിനുവേണ്ടി ജീവിക്കും. എനിക്കൊരു ശരീരമുണ്ട്, ഞാൻ ശരീരമാണ്, എനിക്കൊരു ആത്മാവുണ്ടെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിതം കൂടുതലും ശരീരത്തിന് വേണ്ടിയായിരിക്കും. ആത്യന്തികമായി നമ്മൾ ആത്മീയ വ്യക്തിയാണ്, നമുക്ക് ശരീരമുണ്ട്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാവാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പ്രയോറിറ്റി കൊടുക്കുന്ന മുഴുവൻ നമ്മുടെ ആത്മീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ധ്യാന സമയത്തൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും കുളിക്കുന്നവര്, അപ്പൊ എല്ലാവരും കൈവെക്കും. എല്ലാ ദിവസവും കുളിക്കുന്ന 1-2 പ്രാവശ്യം കുളിക്കും ദിവസം. എല്ലാ ദിവസവും കുമ്പസാരിക്കുന്നവര്, അല്ല 2 ദിവസം കുമ്പസാരിക്കുന്നവർ, പലപ്പോഴുമൊക്കെ കൈവെക്കുന്നത് ഒരാഴ്ചയും 2 ആഴ്ചയും 3 ആഴ്ചയും കഴിഞ്ഞാണ്. ഒരു ദിവസം 1-2 പ്രാവശ്യം കുളിക്കുന്നവർക്ക് ഒരു ദിവസമൊന്നും കുമ്പസാരിക്കാൻ തോന്നുന്നില്ല, ആഴ്ചയൊന്നും കുമ്പസാരിക്കാൻ തോന്നുന്നില്ല. സൂചിപ്പിക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ശരീരത്തിനാണ്, നമ്മൾ ആത്മാവിനേക്കാൾ അനേകം മടങ്ങ് ശ്രദ്ധ. നമുക്ക് ചെറിയ പനി വന്നു കഴിയുമ്പോൾ, ചെറുതായിട്ട് നമ്മൾ വീണ് ചെറിയ മുറിവ് പറ്റി കഴിയുമ്പോഴൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ആത്മാവിന് ചെറുതും വലുതുമായ എന്തെല്ലാം നമ്മൾ പാപത്തിൽ പെടുന്നു, നമ്മളെ ആത്മീയമായ സൗന്ദര്യം നഷ്ടപ്പെടുന്നു, അതൊന്നും പലപ്പോഴും നമ്മൾ അറിയുന്ന പോലുമില്ല. പ്രത്യേകിച്ച് ഇന്നലെ ഞാനൊരു ജെയിംസ് ക്ലിയാനിക് അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് ഞങ്ങൾ വിഷയം കുറച്ച് സംസാരിച്ച അച്ഛൻ പറയരുത് നമ്മൾ എന്തുമാത്രം അശ്രദ്ധ കാണിക്കുന്നുള്ളൂ. ഞാനിങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, വാസ്തവത്തിൽ നമുക്ക് ധാർമ്മികമായ പ്രലോഭനം ഉണ്ടാകാൻ നമ്മൾ അറിയുന്നുണ്ട് കുറച്ചൊക്കെ. കാരണം ധ്യാനങ്ങളെ കൂടി അല്ലെങ്കിൽ 10 കൽപ്പനയെ കുറിച്ചൊക്കെ ഒരു ചിന്തയുള്ളതുകൊണ്ട് ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാവം നമുക്കറിയാം. അപ്പൊ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അഗാധമായ തരത്തില് കുറച്ചുകൂടി നമുക്ക് പാവങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ടത് കൊണ്ട് അതിനെതിരെയുള്ള കാര്യം വരുമ്പോൾ പ്രലോഭനം നമുക്കറിയാം. പക്ഷെ വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിവില്ലാത്തതുകൊണ്ട്, കത്തോലിക്ക സഭയെക്കുറിച്ചോ സഭാസത്യങ്ങളെ കുറിച്ചോ അറിവില്ലാത്തതുകൊണ്ട് വിശ്വാസപരമായ പ്രലോഭനം ഉണ്ടെന്ന് നമ്മൾ അറിയുന്ന പോലുമില്ല. അപ്പൊ നമ്മൾ ഈ എപ്പോഴും ഒരു ലൗകികയും അതിന്റെ ശാരീരികമായ മണ്ഡലങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് വലിയ വലിയ ആത്മീയമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന അജ്ഞതയും വീഴ്ചയും നമ്മൾ അറിയുന്ന പോലും ഇല്ല എന്നുള്ളത് വലിയൊരു അപകടകരമായ അവസ്ഥയാണ്. ഓക്കെ, നമുക്ക് തന്നെ 364 അല്ലേ? ബാക്കി പോകാം. 364. മനുഷ്യ ശരീരം ദൈവഛായയുടെ മഹാത്മ്യത്തിൽ പങ്കുചേരുന്നു. അത് മനുഷ്യന്റെ ശരീരമാകുന്നത് അമൂർത്തമായ ആത്മാവിനാൽ സജീവമാക്കപ്പെടുന്നത് മൂലമാണ്. ക്രിസ്തു ഗാത്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് സമ്പൂർണ്ണ മനുഷ്യ വ്യക്തിയാണ്. ശരീരവും ആത്മാവും ചേർന്നവനെങ്കിലും മനുഷ്യൻ ഒരു ഏകത്വമാണ്. ശരീരിയായിരിക്കുന്നതിലൂടെ മനുഷ്യൻ ഭൗതിക പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെയെല്ലാം തന്നിൽ സംഗ്രഹിക്കുന്നു. അവനിലൂടെ അവയെല്ലാം ഗുണപൂർണതയുടെ ഔന്നിത്യത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. സൃഷ്ടാവിനെ സ്വമേധയാ പുകഴ്ത്തുവാൻ അവ അങ്ങനെ യോഗ്യമായി തീരുന്നു. ഇക്കാരണത്താൽ മനുഷ്യൻ തന്റെ ശാരീരിക ജീവനെ നിന്ദിക്കാൻ പാടില്ല. ദൈവം ശരീരത്തെ സൃഷ്ടിച്ചു, അന്തിമ ദിവസം അതിനെ അവിടുന്ന് ഉയർപ്പിക്കും. ഇക്കാരണത്താൽ മനുഷ്യൻ തന്റെ ശരീരത്തെ നല്ലതും ബഹുമാനാർഹവുമായി പരിഗണിക്കണം. വാസ്തവത്തില് കണ്ടോ, അതായത് നമ്മുടെ ശരീരം പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ആത്മാവിന്റെ പ്രാധാന്യം നമ്മുടെ ശരീരത്തെ കൂടുതൽ അവഗണിക്കാൻ വേണ്ടി പാടില്ല.
ഇപ്പൊ ഉദാഹരണത്തിന് കത്തോലിക്ക ആധ്യാത്മികതയിൽ നമ്മൾ തപശ്ചര്യകളൊക്കെ പരിത്യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. അപ്പം ഇതേക്കുറിച്ച് ശരിയ അറിവില്ലാത്ത ആൾക്കാർ വിചാരിക്കുന്നത് എന്തിനാ ശരീരത്തെ പീഡിപ്പിക്കുന്നത്. നമ്മള് നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ ഉപയോഗിക്കാറുണ്ട്. തേങ്ങ എടുക്കാൻ വേണ്ടി നമ്മൾ ചിരട്ട പൊട്ടിക്കാറുണ്ട്. നമ്മൾ ചിരട്ട പൊട്ടിക്കാൻ വേണ്ടിയല്ല നമുക്കറിയാം, പിന്നെ തേങ്ങ എടുക്കാൻ വേണ്ടിയാണ്. തേങ്ങ എടുക്കാനുള്ള സമയത്ത് ചിരട്ട പൊട്ടി പോവുകയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില പരിത്യാഗത്തിൻ്റെതായ ചില അടയാളങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുന്നത് അതിനും തെറ്റാണ്. കാരണം ശരീരം ദൈവത്തിൽ സൃഷ്ടിയായിരിക്കുന്നതുകൊണ്ട് അത് നന്മയായിരിക്കുന്നതുകൊണ്ടും തെറ്റാണ്. പക്ഷേ നമ്മൾ ആത്മാവിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയും വിശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ശരീരത്തിൽ ചില വേദനകളും അസ്വസ്ഥതകളും ഉണ്ടാകും. അത് ആവശ്യമാണ്. കാരണം അങ്ങനെ ഉണ്ടാകുന്ന വഴിയായിട്ടാണ് നമ്മളുടെ ശരീരവും ഒരു മഹത്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വളരുന്നത്. നമ്മൾ ഇവിടെ കാര്യം പഠിപ്പിക്കുകയാണ്, ശരീരം ദൈവത്തിൽ സൃഷ്ടിയായിരിക്കുന്നതുകൊണ്ടും അത് നമ്മുടെ ആത്മാവിന്റെ ദൈവത്തിന്റെ ആലയമായിരിക്കുന്നതുകൊണ്ടും നമ്മളതിനെ വളരെ ഗൗരവമുള്ളതായിട്ട് കണക്കാക്കണം. നമ്മളതിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം, വൃത്തിയിൽ കാത്തു സൂക്ഷിക്കണം, ബഹുമാനവും കാത്തു സൂക്ഷിക്കണം. അപ്പൊ നമ്മുടെ സഭയോടൊക്കെ നമ്മുടെ ആഘോഷം നടത്തുന്ന കാരണം കൊണ്ടാണ്. അപ്പൊ ശരീരത്തിന്റെ ഒരു മഹാത്മ്യം കാണിക്കാൻ വേണ്ടിയും ദൈവത്തിന്റെ ആലയമായിട്ട് ശരീരം വർദ്ധിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയും പിന്നെ ദൈവപുത്രൻ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ശരീരം സ്വീകരിച്ചു എന്നത് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഒരു മഹാത്മ്യം എടുത്തു കാണിക്കുന്നതാണ്. അപ്പൊ അതായത് വിശുദ്ധിയിലും വൃത്തിയിലും വളരെ ബഹുമാനത്തിലും ഒക്കെ നമ്മൾ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നത് പഠിപ്പിക്കുകയാണ്. കാരണം ഒരു നന്മ ശരീരത്തിനുണ്ട്. ആ നന്മ പ്രധാനമായിട്ട് ദൈവം സൃഷ്ടിച്ചു എന്നതുകൊണ്ടും ദൈവത്തെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ശരീരത്തിൽ വഹിക്കുന്നു എന്നതുകൊണ്ടാണ്, ദൈവത്തിന് ആലയമായിട്ട് തീരുന്നു എന്നതുകൊണ്ടും ആളുകൾ പറയുകയാണ്. ആത്മാവിനെ ശരീരത്തിലെ രൂപം എന്ന് വിളിക്കത്തക്ക വിധം ആത്മശരീരങ്ങൾ തമ്മിലുള്ള ഐക്യം ഗാഢമാണ്. അതായത് അമൂർത്തമായ ഈ ആത്മാവ് നിമിത്തമാണ് മൂർധ ശരീരം സജീവമായി മനുഷ്യന്റെ ശരീരമായി തീരുന്നത്. മനുഷ്യനിലെ ആത്മാവും മൂർധ ശരീരവും രണ്ട് പ്രകൃതികളെ കൂട്ടിയോജിപ്പിച്ച് ഒന്നിച്ച് നിർത്തിയിരിക്കുന്നതല്ല. പ്രത്യുത അവയുടെ സംയോജന ഫലമായി ഈ ഏക പ്രകൃതി രൂപമെടുത്തിരിക്കുന്നതാണ്. അതായത് മനുഷ്യന് ആത്മാവ് ശരീരം കൂടി ഉള്ളത് കൊണ്ട് അവനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ ആത്മാവ് ശരീരം എന്ന് പറയുമ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ കൂട്ടി വെച്ചിട്ട് യോജിപ്പിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലല്ലത്. ഇത് ഒരുമിച്ച് ചേർന്നുള്ള ഒന്നിനെയാണ് നമ്മൾ മനുഷ്യവ്യക്തിയുടെ ഒരുമിച്ച് ചേർന്നതിനെ നമ്മൾ ഒരു രണ്ട് വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ അതിനെ ചേർത്ത് വെച്ചിരിക്കുന്ന കാണാതെ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന, ഒന്നായി നിൽക്കുന്ന, ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട്. ഇപ്പൊ ഈശോയില് ദൈവത്വം മനുഷ്യത്വം ഉണ്ടായിരുന്നു, സമ്മതിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ഒരാത്മാവും ശരീരവും നമ്മളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് നമുക്ക് ഒരിക്കലും വേർതിരിക്കാൻ പറ്റുകയില്ല. അതുപോലെ ഒന്നായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് സൂചിപ്പിക്കാം. അത് അങ്ങനെ ഈ രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് മനുഷ്യനെ വിളിക്കുന്നത്. അതാണ് അതിന്റെ വ്യക്തിത്വം എന്നിവിടെ ഏകദേശം പഠിപ്പിക്കുകയാണ്. അടുത്ത കണിക 366 കണിക. ഇനി അമൂർത്തമായ ഓരോ മനുഷ്യാത്മാവും ദൈവത്താൽ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് മാതാപിതാക്കന്മാരാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതല്ല. മനുഷ്യാത്മാവ് അനശ്വരമാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. മരണത്തോടെ ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോഴും ആത്മാവ് നശിക്കുന്നില്ല. അന്തിമോദ്ധാനത്തിൽ അത് ശരീരവുമായി സംയോജിക്കും. ഇത് വളരെ മനോഹരം, എല്ലാം നല്ല പ്രബോധനങ്ങളാണ്. ഇത് പഠിപ്പിക്കുകയാണ്, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഓരോ ആത്മാവും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതെടുത്തു പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളുടെ മാനുഷികമായ ചിന്തയിലും നമ്മുടെ ബുദ്ധിയിലും നമുക്ക് തോന്നുന്നത് ഇവരിൽ നിന്ന് ജനിച്ചു അല്ലെങ്കിൽ ഇവരുടെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും ഒരു ശരീരം ലഭിക്കുന്നു. എന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ ആത്മാവ് വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് എല്ലാ ആത്മാവും സൃഷ്ടിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് ഒരിക്കലും ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കുന്ന പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കളുടെയും ജന്മം, എന്റെ സൃഷ്ടി എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. കാരണം നമ്മളുടെ ശ്രേഷ്ഠ ഭാഗം ആത്മാവാണ്. അത് നേരിട്ട് സൃഷ്ടിക്കപ്പെടുന്നത് ദൈവത്തിൽ നിന്നാണ്. അത് മനുഷ്യനല്ല സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ യഥാർത്ഥത്തിൽ പിതാവ് എന്ന് വിളിക്കേണ്ടത്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടും യേശുക്രിസ്തുവിൽ നമ്മൾ ദത്തപുത്രരായിരിക്കുന്നതുകൊണ്ടുമാണ് നമ്മൾ ദൈവത്തെ യഥാർത്ഥത്തിൽ പിതാവ് എന്ന് വിളിക്കുന്നത്. ഭൂമിയിലുള്ള നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തില് നമുക്ക് നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്കപ്പെട്ട നമ്മളെ ദൈവത്തിന് വേണ്ടി വളർത്തുന്നവരാണ് വാസ്തവത്തിൽ ഭൂമിയിൽ നമ്മളുടെ മാതാപിതാക്കന്മാരെന്ന് പറയാം. മാതാപിതാക്കന്മാരായ നമ്മളുടെ ദൗത്യം നമുക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി വളർത്തി
ദൈവേഷ്ടപ്രകാരം വളർത്തുക എന്നതിന്റെ സൂചനയൊക്കെ ഈ ഭാഗങ്ങളുണ്ട്. ഓക്കെ, അടുത്തത് 368. ഇപ്പൊ ഒരു കാര്യം കൂടി ഇവിടെ ഉള്ളത്, ഇവിടെ പറയുന്നത് മനുഷ്യന്റെ ആത്മാവ് അനശ്വരമാണെന്ന് പറയുകയാണ്. മരണത്തിന് ശേഷം ഈ അന്ത്യവിധി സമയത്ത് നമ്മുടെ ശരീരങ്ങൾ ഉയർക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ സൂചിപ്പിക്കാറുണ്ട്, നമുക്ക് നിത്യജീവിതമുള്ളത് സ്വർഗത്തിൽ മാത്രമല്ല നരകത്തിൽ നിത്യജീവിതമുണ്ട്. കാരണം ഭൂമിയിൽ ജനിച്ചിട്ട് മരിക്കുന്ന സകല മനുഷ്യരും അന്ത്യവിധി നാൾ ഉയർക്കും, അവരുടെ ശരീരങ്ങൾ ഉയർക്കും. ഒന്നുകിൽ ഈ ശരീരത്തോടു കൂടി നമ്മൾ നിത്യമായി സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ നിത്യമായി നരകത്തിലേക്ക് പോകും. അപ്പോൾ നിത്യജീവൻ എന്നതുകൊണ്ട് കൃത്യമായിട്ട് സഭ അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനൊപ്പമുള്ള ആ ജീവിതമാണ്. അതേസമയം തന്നെ നരകത്തിൽ നിത്യമായ എന്നുമുള്ള ജീവിതമുണ്ട്, പക്ഷെ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമില്ല. അപ്പൊ നിത്യമായിട്ട് ജീവിക്കുക, എന്നും ജീവിക്കുക എന്ന് പറയുന്നതും നിത്യജീവൻ നമ്മുടെ വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് പരിശുദ്ധ ത്രിത്വത്തിനൊപ്പമുള്ള ജീവിതം, ത്രിത്വം കൂടെ ഇല്ലാതുള്ള ജീവിതം, ഇത് രണ്ടും വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങളാണ്. 368 ഖണ്ഡിക. സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം ഹൃദയത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥ ഭാഷയിൽ ഹൃദയം ഒരുവന്റെ ഉണ്മയുടെ ആഴങ്ങളെ സൂചിപ്പിക്കുന്നു, അതായത് അഗാധ തലങ്ങളെ. ഇവിടെയാണ് ദൈവത്തിനു വേണ്ടിയോ ദൈവത്തിന് എതിരായോ വ്യക്തി തീരുമാനമെടുക്കുന്നത്. അപ്പൊ നമ്മള് ഈ ആധ്യാത്മിക ഭാഷയില് ഹൃദയം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഹൃദയമല്ല. അതിന്റെ സൂചന നമുക്ക് തന്നെ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. നമ്മുടെ വീടുകളിൽ ത്രിഹൃദയത്തിന്റെയും വിമലഹൃദയത്തിന്റെയും ഫോട്ടോ ഉണ്ട്, പ്രധാനപ്പെട്ട ഫോട്ടോ ഇരിപ്പുണ്ട്. ഈശോയുടെ ഹൃദയം നിങ്ങൾ ചിത്രത്തിൽ എവിടെയാണ് കാണുന്നത്? ഈശോയുടെ മാതാവിന്റെയും ഹൃദയങ്ങൾ എവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്? സെൻട്രലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ വാസ്തവത്തിൽ ആധ്യാത്മിക ഭാഷയിൽ ഹൃദയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബയോളജിക്കൽ ഹൃദയമല്ല, അതൊരു ആത്മീയ ഭാഷ തന്നെയാണ്. മനുഷ്യന്റെ ഏറ്റവും അഗാധമായ തലങ്ങളെ, അല്ലെങ്കിൽ ഏറ്റവും മനുഷ്യന്റെ സ്നേഹിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ഏറ്റവും അഗാധ തലങ്ങളിലെ ആ സ്നേഹിക്കാൻ വേണ്ടിയും സ്നേഹം നൽകാൻ വേണ്ടിയുമുള്ള അഗാധ ആ ഭാവങ്ങളെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പറയുകയാണ്, ഇവിടെയാണ് മനുഷ്യൻ ദൈവത്തെ വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാനുമുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്ന് പറയുകയാണ്. ഹൃദയത്തിന് ആധ്യാത്മിക ഭാഷയിൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും തന്നെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ അനേകം പ്രാവശ്യം ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹൃദയം. നിന്റെ നിശ്ചയം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം എന്നൊക്കെ ഈശോ പറയുന്നത് അതിന് പ്രധാനപ്പെട്ടതാണ്. വാസ്തവത്തില് നമ്മളെന്ന വ്യക്തി ജീവിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വം നമ്മളുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. 369. പുരുഷനും സ്ത്രീയുമായി അവിടുന്ന് അവരെ സൃഷ്ടിച്ചു. സമത്വവും ഭേദവും ദൈവ നിശ്ചിതം. ഇതാണ് ഖണ്ഡിങ്. താഴെയുള്ള ഭാഗം വായിക്കാവേ. പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടവരാണ്, അതായത് അവർ ദൈവ നിശ്ചിതരാണ്. ഒരു ഭാഗത്ത് മനുഷ്യ വ്യക്തികൾ എന്ന നിലയ്ക്ക് അവർ പൂർണ്ണ സമത്വം ഉള്ളവർ ആകുന്നു. സ്ത്രീയെയും പുരുഷനെയും ദൈവം സൃഷ്ടിച്ചു, ദൈവനിശ്ചിതരാണ്, അവർ ദൈവനിശ്ചയപ്രകാരം സൃഷ്ടിക്കപ്പെട്ടു. ഇനി പറയുകയാണ്, ദൈവം സൃഷ്ടിച്ചു എന്നതുകൊണ്ട് സ്ത്രീക്കും പുരുഷനും ഒരാൾക്ക് ദൈവത്തിന് മുമ്പിൽ പൂർണ്ണ സമത്വമുണ്ട് എന്ന് പറയുകയാണ്. മറുഭാഗത്ത് അവരുടെ പ്രത്യേക ഉണ്മകളിൽ അവർ പുരുഷനും സ്ത്രീയുമാകുന്നു. പുരുഷനായിരിക്കുന്നതും സ്ത്രീ ആയിരിക്കുന്നതും നല്ലതും ദൈവനിശ്ചിതവുമാകുന്നു. അത് ഇപ്പൊ ഒരു സമത്വമുണ്ടെന്ന് പറയുമ്പോൾ തന്നെയും ഒരേ സമയത്ത് സമത്വം ഉള്ളപ്പോൾ തന്നെ അവർ സ്ത്രീയും പുരുഷനുമായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ വ്യത്യസ്തതകളുമുണ്ട്. വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം സൂചിപ്പിക്കുകയാണ്. പുരുഷനും സ്ത്രീയും എടുത്തു മാറ്റാനാകാത്ത മഹാത്മ്യത്തിന്റെ ഉടമകളാണ്. ഈ മഹാത്മ്യം സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് അവർക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. സ്ത്രീക്കും പുരുഷനുമുള്ള മാഹാത്മ്യം അത് വളരെ ശ്രേഷ്ഠം. നേരത്തെ നമ്മൾ മനുഷ്യനുണ്ടെന്ന് പറയുന്ന മാഹാത്മ്യം അല്ല ഇവിടെ ആ സ്ത്രീക്കും പുരുഷനും ഉണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. അത് ആർക്ക് കൊടുക്കുന്നതല്ല, ദൈവം തന്നെ അവർക്ക് കൊടുക്കുന്നതാണ്. പുരുഷനും സ്ത്രീയും ദൈവഛായയിൽ ഒരേ മഹാത്മ്യം ഉള്ളവരാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് സ്ത്രീക്കും പുരുഷനും തുല്യ മഹാത്മ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ എന്തിനും കഴിവിന്റെ കാര്യത്തിലോ പിന്നെ വസ്ത്രധാരണമോ കഴിവോ ചെയ്യുന്ന ജോലികളിലെ സമ്മാനതയൊന്നും അല്ലത്, ദൈവത്തിന്റെ ഒരേ മഹാത്മ്യമാണ് സൂചന. അവിടെ 770 ബാക്കിയുണ്ട്, വിശദീകരണമുണ്ട്. ദൈവം ഒരു വിധത്തിലും മനുഷ്യന്റെ ഛായയിലല്ല. അവിടുന്ന് പുരുഷനുമല്ല സ്ത്രീയുമല്ല. തികച്ചും അരൂപിയായ ദൈവത്തിൽ ലിംഗഭേദത്തിന് സ്ഥാനമില്ല.
എങ്കിലും പുരുഷന്റെയും സ്ത്രീയുടെയും തനതായ ഗുണവിശേഷങ്ങൾ ദൈവത്തിന്റെ അനന്ത ഗുണ സമ്പൂർണതയെ കുറെയൊക്കെ പ്രതിഫലിപ്പിക്കുന്നു. അങ്ങനെയുള്ളതാണ് ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും ജീവിത പങ്കാളിയുടെയും ഗുണപൂർണത. അപ്പം ഒന്നാമത്തെ വാക്കൊന്ന് വായിക്കാം. ദൈവം ഒരു വിധത്തിലും മനുഷ്യന്റെ ഛായയിലല്ല. അതായത് ഇത് ഒത്തിരിയേറെ അർത്ഥതരങ്ങളുള്ള ഒരു വാക്ക് തന്നെയാണ്. കാരണം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന പ്രലോഭനം എന്താണ്? അപ്പൊ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ഇരിക്കുന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ ചിന്തിക്കരുത്, വലിയ പാഠത്തിലേക്ക് പോകും. അതെടുത്ത് പറയുന്നത് ദൈവത്തിന്റെ ഛായയെ സാദൃശ്യവും മനുഷ്യനുണ്ടെന്ന് പറയുന്നത് കൊണ്ട് മനുഷ്യൻ ദൈവത്തെ പോലെ എനിക്ക് പറയാൻ പറ്റിയല്ല. മനുഷ്യന്റെ പ്രതിച്ഛായ അത് കൃത്യം പറയുകയാണ്. അതായത് നമ്മൾ പറയാറുണ്ട് പിന്നെ ക്രിസ്തു തന്നെയാണ് സഭ എന്ന് പറയാറുണ്ട്. അത് ശരിയാണ്. പക്ഷെ സഭ സമം ക്രിസ്തു അല്ല. ക്രിസ്തു സഭയാണ്. അല്ല, പിന്നെ സഭാ സമം ക്രിസ്തു എന്ന് പറയാൻ വേണ്ടി പറ്റും. തിരിച്ചാണ്, സഭയെ നമ്മൾ ക്രിസ്തു എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ക്രിസ്തു സമം സഭ എന്ന് പറയാൻ പറ്റിയല്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ബൈബിള് പിന്നെ ക്രിസ്തു എന്ന് പറയും. പക്ഷെ ക്രിസ്തു ബൈബിൾ അല്ല. എന്താ സൂചന? എന്താ കാരണം? ബൈബിളെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. ദൈവ സൃഷ്ടാവാണ്. സഭയും ദൈവത്തിന്റെ സംവിധാനമാണ്. ദൈവ സൃഷ്ടാവാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവ സൃഷ്ടാവാണ്. അപ്പൊ അതായത് മനുഷ്യന് സഭയ്ക്ക് അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിനൊക്കെ ഇങ്ങനെ ക്രിസ്തുവുമായിട്ട് ഇങ്ങനെ ബന്ധമുള്ളത് കൊണ്ട്, ഒന്നു തന്നെ എന്ന് പറയാൻ പറ്റുള്ള ബന്ധമുള്ളത് കൊണ്ട് അറിയാതെ തന്നെ നമ്മള് ദൈവത്തിന് പകരമായിട്ട് എന്നെ കാണരുത്, ദൈവം തന്നെയാണ് എന്നെ കാണരുത്. അതിൽ വിഗ്രഹാലേക്ക് പോകുന്ന സൂചന വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയും സാദൃശ്യമുള്ളത് കൊണ്ട് നമ്മൾ മനുഷ്യനെ കണ്ടു കഴിയുമ്പോൾ മനുഷ്യനെ പോലെയാണ് ദൈവം ഇരിക്കുന്നത് നമ്മൾ വിചാരിച്ചു പോകരുത്. മറിച്ച് പറയുകയാണ്, അനന്തനായ അല്ലെങ്കിൽ അനന്ത നന്മയുള്ള ആ ദൈവത്തിന് അനേകം ഗുണവിശേഷങ്ങൾ മനുഷ്യനുണ്ട്. അതാണ് എന്റെ സൂചന. ഉദാഹരണത്തിന് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങൾ പരിപൂർണ്ണാകാൻ ഈശോ പറഞ്ഞു. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തില് ആദ്യ ഭാഗത്തില് ആദോ ഹവ്വായും പിന്നെ ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയല്ലേ ശ്രമിച്ചത്? അതല്ല ആദ്യ ഭാഗം. എന്നിട്ട് ഈശോ എന്ന് പറയുന്നത് എന്താണ്? അതന്നെ ഈശോ എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ആകാൻ ഈശോ പറയുന്നത്. ആദോ ഹവ്വ ചെയ്തപ്പോൾ അത് പാവമായി പോയി. അത് ഈശോ ചെയ്യാൻ വേണ്ടി പറയുന്നു. അവിടെ വ്യത്യാസം എന്താ ഉള്ളത്? ആദോ ഹവ്വായും രണ്ട് കാര്യങ്ങളുണ്ട്. അത് പിന്നീട് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഒന്നുള്ളത്, എല്ലാം സൃഷ്ടിച്ച ആ ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തെ പോലെ ആകാൻ വേണ്ടിയാണ് സൃഷ്ടാവാ ദൈവം ഉണ്ടല്ലോ, ആ ദൈവത്തെ പോലെ എല്ലാം സൃഷ്ടിക്കാൻ വേണ്ടി ആ ദൈവത്തിന്റെ ആ വ്യക്തിത്വം ലഭിക്കാൻ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം ഉദ്ദേശിച്ചത് മനുഷ്യന്റെ വ്യക്തിത്വത്തിലായിരുന്നത് കൊണ്ട് ദൈവത്തോട് ഐക്യപ്പെട്ട് ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ പരമാവധി എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കാത്ത പോലെ തന്നെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഒരിടത്ത് ഈശോ പറഞ്ഞത് ദൈവത്തെ പോലെ ആകാൻ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവിനെ പോലെ ആകാൻ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഈശോ പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ ആകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നതാണ് ദൈവത്തിന്റെ ആ ഗുണവിശേഷം ഉദ്ദേശിക്കുന്നത്. അതാണ് സൂചിപ്പിച്ചേക്കുന്നത്. ദൈവത്തെ നമ്മള് മനുഷ്യനെ കണ്ടിട്ട് ദൈവത്തെ പോലെ ദൈവം ഇങ്ങനെയാണ് വിചാരിച്ചേക്കരുത്. മറിച്ച് ദൈവത്തെ ഒത്തിരിയേറെ നന്മകൾ മനുഷ്യനുണ്ട് എന്നാണ് അത് വഴിയായിട്ട് മനസ്സിലാക്കേണ്ടത്. 371 ഖണ്ഡിക. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി രണ്ടുപേർ ചേർന്നുള്ള ഏകത്വം. അതിലെ രണ്ടാമത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന തുണയെ ഞാൻ നൽകും. മൃഗങ്ങൾക്കൊന്നിനും മനുഷ്യന്റെ പങ്കാളികളാകാൻ കഴിയില്ല. അതായത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവന് നല്ലതിനല്ല എന്ന് പറയുന്നതാണ് തോന്നുന്നത്. കാരണം നമുക്കറിയാം, ഈ ആദ്യഭാവത്തില് ഹവ്വ എങ്ങനെയാ പെട്ടത്? ആദം കൂടെ ഇല്ലായിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ വേണമോ ചിന്തിക്കാം. ഹവ്വ ആദ്യത്തിലെടുത്ത് മാറി നടന്നു, അല്ലെങ്കിൽ ആദാം ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് ഹവ്വ മാറുന്ന സമയത്താണ് സാത്താൻ വന്ന് പിന്നെ അവരെ പ്രലോഭിപ്പിക്കുന്നത്. അതായത് സാത്താന്റെ പ്രലോഭനമുണ്ടായി മനുഷ്യൻ നശിച്ചു പോയത് എപ്പോഴാണ്? അവര് രണ്ടായി നിന്ന സമയത്താണ്. ഒന്നായി നിൽക്കേണ്ട വ്യക്തികള് രണ്ടായി നിന്ന സമയത്താണ് അവൻ നശിച്ചു പോയത്. അപ്പൊ മനുഷ്യന് ഏകനായിരിക്കുന്നത് അവന് നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതിനല്ല, അവന് അപകടമാണ്. അപ്പൊ നമുക്ക് വാസ്തവത്തില് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനുഷ്യന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുകയാണ് അവിടെ. ഓരോരുത്തർക്കും ഒരു തനതായ വ്യക്തിത്വം പൂർണ്ണത ഉണ്ടെങ്കിൽ തന്നെയും മറ്റു വ്യക്തികളുമായുള്ള ബന്ധം കൊണ്ട് മാത്രം ഈ പൂർണ്ണതയിൽ നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലും വളരാൻ പറ്റുന്ന രീതിയിലുമാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദവും ഹവ്വയും അവരിൽ തന്നെ പൂർണ്ണമാണെങ്കിൽ തന്നെയും അവരുടെ പൂർണ്ണത അത് നിലനിൽക്കുന്നതും അതിൽ മെച്ചപ്പെടുന്നതും പരസ്പരമുള്ള ബന്ധത്തിൽ കൂടിയാണ്. ഈ മാറുനിൽപ്പ് വാസ്തവത്തിൽ അവരെ കൂടുതൽ മോശമായിട്ട് കൊണ്ടുവരികയുള്ളതെന്ന് സൂചനയാണത്. 372 വായിച്ചത്. അല്ല, 71 ഒരു കാര്യം കൂടി പറയാനായിട്ട് പെട്ടെന്ന് തോന്നുന്നു. ഉൽപ്പത്തി പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്.
ഉൽപ്പത്തി പുസ്തകം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദൈവം ആദ്യമേ ആദ്യത്തെ മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുത്തേക്ക് ദൈവം എല്ലാ സൃഷ്ടിജാലങ്ങളെയും കൊണ്ടുവന്നു എന്ന് വായിക്കുന്നുണ്ട്. രണ്ടാം അധ്യായത്തിന്റെ ഒരു 17 തൊട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ആദ്യ മനുഷ്യന്റെ അടുത്തേക്ക് ദൈവം തന്നെ എല്ലാ സൃഷ്ടിജാലം കൊണ്ടുവന്നു. അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യനെല്ലാം കണ്ടിട്ടും മനുഷ്യന് തനിക്ക് പറ്റിയൊരു തുണയില്ലാത്തതുകൊണ്ട് മനുഷ്യന് അസ്വസ്ഥനായിരുന്നു. അതായത് ദൈവം അവനുണ്ട്, പർദീസായുണ്ട്, സകല സൃഷ്ടിജാലങ്ങളും അവനുണ്ട്. പക്ഷെ തന്നെപ്പോൾ തന്നെ ഒരു തുണയില്ലാത്തതുകൊണ്ട്, തന്നെപ്പോൾ തന്നെ മറ്റു മനുഷ്യനില്ലാത്തതുകൊണ്ട് അവൻ അസ്വസ്ഥനായിരുന്നു. എന്താ സൂചിപ്പിക്കുന്നത്? അതായത് ദൈവമുണ്ടെങ്കിലും എല്ലാ സൃഷ്ടിജാലങ്ങളുണ്ടെങ്കിലും നമുക്ക് സ്നേഹിക്കാൻ വേണ്ടിയും നമ്മെ സ്നേഹിക്കാൻ വേണ്ടിയും മറ്റൊരു മനുഷ്യന്റെ അത്യാവശ്യതയാണ് സൂചിപ്പിക്കുന്നത്. വളരെ നമുക്ക് ഓക്സിജൻ പോലെ തന്നെ. അപ്പൊ നമ്മൾ വാസ്തവത്തിൽ ഇവിടെ ഭൂമിയിൽ മനുഷ്യനെ പോലെ ഇരിക്കുന്നത് മനുഷ്യൻ നമ്മൾ ജനിച്ചുകൊണ്ട് മാത്രമല്ല, നമ്മൾ മറ്റു മനുഷ്യനെ കൂടെ താമസിക്കുന്നത് കൂടിയാണ്. നമ്മളെ പിടിച്ചു കൊണ്ടുപോയി വേറെ ഏതെങ്കിലും വല്ല മൃഗങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപക്ഷെയല്ല, അങ്ങനെ പോലും സംഭവം നടന്നിട്ടുണ്ട്. ബീഹാറിലെ മറ്റോ ഒരു കുട്ടിയെ, ഒരു ആദിവാസി കുടുംബത്തിലെ കുട്ടിയെ മറ്റോ ചെന്നായ്ക്കൾ വന്ന് കാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി ചെറുപ്പകാലത്ത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നായാട്ടിന് പോയ നായാട്ടുകാർ കണ്ടത് ഈ ചെന്നായ്ക്കളുടെ ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ ഇരിക്കുന്നു, സ്വരം ഇടുന്നതും നടക്കുന്നതൊക്കെ ചെന്നായെ പോലെയാണ്, ആ നടപ്പ് സ്വരം ഇടുന്നതൊക്കെ. വാസ്തവത്തിൽ നമ്മളിപ്പോൾ മനുഷ്യനായിട്ട് നമുക്ക് ഒരു ശരിയായ മനുഷ്യനെ പോലെ ദൈവം സൃഷ്ടിച്ച അവസ്ഥയിൽ മഹത്വത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് മറ്റു മനുഷ്യന്റെ സഹായം വളരെ ആവശ്യമുണ്ട്. അതല്ല, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിത്വം കഴിവും നമുക്ക് പ്രകടമാക്കണമെങ്കിൽ നമ്മൾ മനുഷ്യന്റെ കൂടെ വസിച്ചാലേ പറ്റുള്ളൂ. അടുത്ത 372 ഖണ്ഡികയെ, ഒരാൾക്ക് മറ്റേയാൾ എന്ന വിധത്തിൽ പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ഇതിനർത്ഥം ദൈവം അവരെ അർദ്ധനിർമ്മിതികളായി അപൂർണരായി സൃഷ്ടിച്ചു എന്നല്ല, വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. അതും ശ്രദ്ധേയമാണ്. ഇപ്പം ഒരാൾക്ക് വേണ്ടി മറ്റേയാളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്നാൽ ഇയാളുടെ പകുതി ഇയാളുള്ളൂ, ബാക്കി പകുതി മറ്റേയാളുടെ നടത്തത്തിലല്ല, മറിച്ച് ഇത് നമ്മളുടെ കൂട്ടായ്മയുള്ളൊരു ജീവിതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പരസ്പരം കൂട്ടായ്മയാകാൻ വേണ്ടിയും കൂട്ടായ്മയെ വളരാൻ വേണ്ടിയും ഒക്കെ ഉള്ള സാധ്യതകൾ നൽകി സൃഷ്ടിച്ചു. അല്ലാതെ ഒരു വ്യക്തി, എല്ലാ വ്യക്തികളും അതിൽ തന്നെ പൂർണ്ണരാണ്. അതേസമയം തന്നെ ഈ പൂർണ്ണത പരസ്പരം ഉള്ള കൂട്ടായ്മയിൽ കൂടി പങ്കുവയ്ക്കാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി എന്തും കൂടി ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നാണ് അതുവഴിയായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഐക്യബന്ധത്തിൽ ഓരോ വ്യക്തിക്കും മറ്റേ വ്യക്തിയുടെ സഹായിക പങ്കാളികളാകാൻ കഴിയും. കാരണം വ്യക്തികൾ എന്ന നിലയിൽ അവർ തുല്യരാണ്. അടുത്ത 373 ഖണ്ഡിക. 372 ഖണ്ഡികയുടെ ലാസ്റ്റ് ഭാഗം വായിക്കണം. തന്റെ പിൻഗാമികൾക്ക് ജീവൻ പകർന്നു കൊടുത്തുകൊണ്ട് സ്ത്രീയും പുരുഷനും ദമ്പതികൾ എന്ന നിലയിലും മാതാപിതാക്കൾ എന്ന നിലയിലും സൃഷ്ടാവിന്റെ ജോലിയിൽ വളരെ പ്രത്യേകമായ വിധം സഹകരിക്കുന്നു. അതായത് നമ്മുടെ മാതാപിതാക്കളെ, നമ്മളിപ്പം ഭൂമിയിൽ നമ്മളെ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങള് അപ്പനമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ വിളിക്കാനുള്ള കാരണം തന്നെ ഈ പറഞ്ഞ ഈ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കാളിയാകുന്നതുകൊണ്ടാണ്. നമ്മൾ സൃഷ്ടാവായിരിക്കുന്നതുകൊണ്ടല്ല, ആ സൃഷ്ടാവിന്റെ ജോലിയിൽ നമ്മളെ ദൈവം ഇങ്ങനെ പങ്കാളിത്തം നമുക്ക് നൽകിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളെ മാതാപിതാക്കൾ എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി 373 ഖണ്ഡിക. ദൈവത്തിന്റെ കാര്യസ്ഥരായി ഭൂമിയെ കീഴടക്കുക എന്ന വിളിയാണ് ദൈവിക പദ്ധതിയിൽ പുരുഷനും സ്ത്രീക്കും ലഭിച്ചിരിക്കുന്നത്. ഈ കീഴടക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വേച്ഛാപരമോ നശീകരണാത്മകമോ ആയ ആധിപത്യമല്ല, അസ്തിത്വമുള്ള സകലതിനെയും സ്നേഹിക്കുന്ന സൃഷ്ടാവിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും മറ്റു സൃഷ്ടികളുടെ നേർക്കുള്ള തന്റെ പരിപാലനയിൽ ഭാഗഭാക്കുകളാകാൻ ദൈവം വിളിക്കുന്നു. അങ്ങനെ ഭൂമിയോടുള്ള ഉത്തരവാദിത്തം ദൈവം അവരെ ഭരമേൽപ്പിച്ചതാണ്. വാസ്തവത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഈ ഭൂമിയെ അടക്കി ഭരിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. ഈ ഭരിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് ഈ തെറ്റായ രീതിയിലുള്ള ചില കാഴ്ചപ്പാടുകൾ വെച്ച് ഇതിനെ കാണുന്നതുകൊണ്ട് ഭരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേയാളുടെ സ്വാതന്ത്ര്യത്തെ പോലും നിഗണിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അയാളെ കീഴടക്കി നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി അയാളുടെ പരിധി നമ്മൾ നിർത്തുക എന്ന ഉദ്ദേശിച്ചാണ്. ഉദാഹരണത്തിന് രാഷ്ട്രത്തെ ഭരിക്കുന്നവര്, അല്ലെങ്കിൽ സഭവിശ്വാസികളെ നയിക്കുന്നവര്, മാതാപിതാക്കള്, ഭർത്താവ്, ഇങ്ങനെ ഓരോ മേഖലയിൽ, ഇപ്പൊ അല്ലെങ്കിൽ ജോലി മേഖലയിലെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവർ, ഇവരൊക്കെ അപ്പം ഭരിക്കുന്നവരായിട്ട് മാറുവാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭരിക്കുക എന്നുള്ള ആഗ്രഹം തെറ്റിദ്ധരിക്കുകയാണ്. ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ താഴെയുള്ള താൻ നയിക്കേണ്ട എന്ത് നയിക്കേണ്ടിയിരിക്കുന്നുവോ അതിനെ ദൈവത്തിന്റെ ആ സ്നേഹം കൊണ്ട് നമ്മളതിനെ സ്നേഹിക്കുകയും അതിനെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ പരിപാലിക്കുക, അതിനെ വളർത്തുക, അതിനെ നയിക്കുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോൾ സാത്താന്റെ ഇടപെടൽ കൊണ്ട് നമ്മൾ ബുദ്ധി അന്ധകാരത്തിലായിട്ട് നമ്മളിപ്പോൾ അതിനെ ഭരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നശിപ്പിക്കുക എന്ന പലപ്പോഴും
അതിന്റെ വ്യക്തിത്വവും അതിന്റെ കഴിവുകളൊക്കെ നശിപ്പിക്കുക എന്ന് പലപ്പോഴും നമ്മളതുകൊണ്ട് പ്രായോഗികത നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കരേസം 374. മനുഷ്യൻ പരദീസയിൽ. ആദ്യ മനുഷ്യൻ നല്ലവനായി സൃഷ്ടിക്കപ്പെട്ടവൻ മാത്രമായിരുന്നില്ല. അവൻ തന്റെ സൃഷ്ടാവിനോട് സ്നേഹബന്ധത്തിലും തന്നോട് തന്നെയും ചുറ്റുമുള്ള ഇതര സൃഷ്ടികളോടും സമന്വയത്തിലും സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു. ക്രിസ്തുവിനുള്ള നൂതന സൃഷ്ടിയുടെ മഹത്വത്തിന് മാത്രമേ ആദിമ മനുഷ്യന്റെ ആ സുസ്ഥിതിയെ അതിശയിക്കുന്നതിന് കഴിയുമായിരുന്നുള്ളൂ. താൻ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം പർദീസയിലാക്കുകയാണ്. ആ പർദീസയിലായിരുന്ന മനുഷ്യന്റെ സൗഭാഗ്യം പറയുകയാണ് എന്ന് വായിക്കുന്നത്. ആ സൗഭാഗ്യാവസ്ഥന്റെ കേൾവി. ആദ്യ മനുഷ്യൻ നല്ലവനായി സൃഷ്ടിക്കപ്പെട്ടവൻ മാത്രമായിരുന്നില്ല. അവൻ തന്റെ സൃഷ്ടാവിനോട് സ്നേഹബന്ധത്തിലും തന്നോട് തന്നെയും ചുറ്റുമുള്ള ഇതര സൃഷ്ടികളോടും സമന്വയത്തിലും സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു. ക്രിസ്തുവിലുള്ള നൂതന സൃഷ്ടിയുടെ മഹത്വത്തിന് മാത്രമേ ആദിമ മനുഷ്യന്റെ ആ സുസ്ഥിതിയെ അതിശയിക്കുന്നതിന് കഴിയുമായിരുന്നുള്ളൂ. അതായത് ആദ്യ മനുഷ്യന്റെ സൗഭാഗ്യം പറയാം. ഒന്നാം പർദീസനായിരുന്നു. രണ്ടവൻ ദൈവത്തോട് നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. രണ്ട്, തന്നോട് തന്നെ ഒരു സ്നേഹവും മതിപ്പവനുണ്ടായിരുന്നു. അടുത്തത് തന്നെ ഹവയോട് നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. സകല സൃഷ്ടിജാലങ്ങളോട് അവൻ നല്ല സ്നേഹത്തിന്റെ ബന്ധത്തിലുമായിരുന്നു. ഇനി ഇപ്പോൾ ഈ ആദമായിരുന്ന അവസ്ഥയേക്കാൾ ഉന്നതമായ അവസ്ഥ ഉണ്ട്. അത് യേശുക്രിസ്തുവിൽ കൂടി നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന, യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിലൂടെ വളർന്ന് നമ്മൾ ആ പരിപൂർണത പ്രാപിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു അവസ്ഥയുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിന് ഉദാഹരണത്തിന് ആദോഹമായും പാപം ചെയ്ത സമയത്ത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നതാണ് തങ്ങൾ നഗ്നരാണെന്ന് അറിയുകയാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ തങ്ങളോട് തന്നെയുള്ള മതിപ്പ് അവർക്ക് നഷ്ടമാകുന്നതാണ്. അതായത് നേരത്തെ അവർക്ക് വസ്ത്രമില്ലായിരുന്നു, പക്ഷെ അവർക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ തന്നോട് തന്നെയുള്ള സ്നേഹം, ആ സ്വയം മതിപ്പ് അവർ നഷ്ടമായി പോയി. തങ്ങളുടെ മാഹാത്മ്യത്തെ കുറിച്ചുള്ള അവബോധം അവർക്ക് നഷ്ടമായി പോയി. അത് ആദ്യമാവുന്നത് നഷ്ടമാണ്. ഉത്ഭവ നീതിയിൽ, ഉത്ഭവ വിശുദ്ധിയിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. രണ്ടാമത് മരത്തിന് പുറകെ ഒളിച്ചിരിക്കുകയാണ്. അതെന്താ സൂചിപ്പിക്കുന്നത്? ദൈവത്തോടുള്ള ഭയം, സ്നേഹം പോയി. ദൈവത്തോടുള്ള സ്നേഹം പോയി അദ്ദേഹത്തെ പേടിച്ചത്. അപ്പൊ ആദിഭാവം വഴിയായിട്ട് ആദിഭാവത്തിന് മുമ്പ് ദൈവത്തോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ട് അവരെ പേടിച്ചൊളിച്ചിരുന്നില്ല, മരത്തിന് പുറകെ ഒളിച്ചിരുന്നില്ല. ഇപ്പോൾ തങ്ങൾ നഗ്നനായി നമുക്ക് തോന്നലുണ്ടാകുന്നു, മരത്തിന് പുറകെ ഒളിക്കുന്നു. പിന്നെ എന്താണ്? നീ എനിക്കെന്ന സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ആ ആദിഭാവത്തിന് മുമ്പുണ്ടായ നല്ലൊരു താളം, പക്ഷെ ആദിഭാവത്തോട് എല്ലാം നഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മൾ നല്ല നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് തന്നെ പറഞ്ഞു വരുന്നത്. ആദിഭാവത്തിന് മുമ്പ് ദൈവത്തോട്, തന്നോട് തന്നെ, ചുറ്റുമുള്ള എന്നോട് നല്ലൊരു സ്നേഹത്തിന്റെ താളക്രമം ഉണ്ടായിരുന്നതിന് സൂചനയാണത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ അവസ്ഥ ഇനി മനുഷ്യന് ലഭിക്കുന്നത് യേശുക്രിസ്തു വഴി വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിൽ പോയി വളർന്ന് വിശുദ്ധനായി കഴിയുമ്പോൾ, പരിപൂർണനായി കഴിയുമ്പോൾ അത്രമാണ്. അതാണ് പഠിപ്പിക്കുന്നത്. അടുത്ത ഖണ്ഡിക 375-ാമത്തെ ഖണ്ഡിക. 375-ാമത്തെ ഖണ്ഡികയുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരായ ആദവും ഹവ്വയും വിശുദ്ധിയുടെയും നീതിയുടെയും ഉത്ഭവാവസ്ഥയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഉത്ഭവ വിശുദ്ധിയുടെ ഈ കൃപാവരം ദൈവിക ജീവനിലുള്ള ഭാഗഭാഗിത്വം തന്നെയായിരുന്നു. അതായത് ആദവും ഹവ്വയും ഉത്ഭവ വിശുദ്ധിയിൽ, ഉത്ഭവ നീതിയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അവരുടെ അവർ സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയിൽ അവർ വിശുദ്ധിയിലായിരുന്നു. എന്നാൽ ആ വിശുദ്ധി ദൈവത്തിന്റെ തന്നെ കൃപ കൊണ്ട് കൂടുതൽ വളരാവുന്ന അവസ്ഥയിലായിരുന്നു. അതാണ് ഉത്ഭവ വിശുദ്ധി എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഡയറക്റ്റ് അർത്ഥം, അവർ ഉത്ഭവിച്ച സമയത്ത് തന്നെ അവർ വിശുദ്ധിയിലായിരുന്നു. ഇപ്പൊ മാതാവിന് നമ്മൾ അമലവർഷം എന്ന് പറയാറില്ലേ? ആ ഒരു വാക്കുകൂടെ അവരെ കുറിച്ച് പറയാം. ഇവർ വേണമെങ്കിൽ ജനിച്ച സമയത്ത് പാവമില്ലാത്തവരല്ലേ? ഭൂമിയിൽ ജനിച്ചു വീണ 4 പേർക്ക് പാവമില്ലാത്തതുള്ളൂ. ഒന്ന് ഈശോയും മാതാവ്. അപ്പോൾ യാദോ ഹവ്വായും ആ ഉത്ഭവ വിശുദ്ധിയിലായിരുന്നു. പക്ഷെ ഉത്ഭവ വിശുദ്ധി വീണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ട് കൂടുതൽ വളരാവുന്ന അവസ്ഥയിലായിരുന്നു. അത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പൂർണ്ണത പ്രാപിക്കാവുന്ന ഒരു രീതിയിലാണ് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചിരുന്നത്. അടുത്തത് 376-ാമത്തെ ഖണ്ഡിക അല്ലേ? ഈ കൃപാവരത്തിന്റെ തേജസ് മൂലം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മാനങ്ങളും പ്രശാന്തമായിരുന്നു. ആദിമ മനുഷ്യൻ ദൈവവുമായി ഗാഢമായ സ്നേഹൈക്യം പുലർത്തിയിരുന്ന കാലത്തോളം അവന് സഹിക്കുകയോ മരിക്കുകയോ വേണ്ടിയിരുന്നില്ല. മനുഷ്യ വ്യക്തിയുടെ ആന്തരിക പൊരുത്തവും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പൊരുത്തവും ആദിമ ദമ്പതികളും സർവ്വസൃഷ്ടികളും തമ്മിലുള്ള പൊരുത്തവും ഉണ്ടായിരുന്ന അവസ്ഥയെ ഉത്ഭവനീതി എന്ന് വിളിക്കുന്നു. പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നോട് തന്നെയും മറ്റുള്ളവരോടും പ്രകൃതിയോടും നല്ല മനുഷ്യൻ നല്ല പൊരുത്തത്തിലായിരുന്നു. ആദിഭാവം വഴി ഇതെല്ലാം നഷ്ടമായി. അപ്പൊ ആദിഭാവത്തിന് മനുഷ്യന് പാപം ചെയ്തതിനു മുമ്പ് എത്രമാത്രം മഹോന്നത അവസ്ഥയിലാണ് ദൈവം അവനെ വ്യക്തിപരമായി സൃഷ്ടിച്ചിരുന്നത്, അവനെ ദൈവം ആക്കിയിരുന്നത് എന്നെല്ലാം അതിന്റെ സൂചന ഇപ്പോൾ കാണുന്നത്. 376-ാമത്തെ ഖണ്ഡിക.
376 വായിച്ചു. ഇനി 379 കണ്ടിക. ദൈവിക പദ്ധതിയിൽ മനുഷ്യനു വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന ഉത്ഭവനീതിയുടെ സമന്വയം മുഴുവനും നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം മൂലം നഷ്ടമായി. ലാസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ കണ്ണിക ഇനിയുള്ളത് സംഗ്രഹ കണ്ണികളാണ്. അല്ലാതെയുള്ള കണ്ണിയുടെ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് ഇത്രമാത്രം മഹത്വവാനായ മനുഷ്യനെ സൃഷ്ടിച്ചു, മഹത്വപരമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ ആക്കി, നല്ല താളക്രമത്തിനായിരുന്നു. ഇത്രമാത്രം ഈ കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തെല്ലാം മഹത്വം മനുഷ്യനെ ബന്ധപ്പെടുത്തി കണ്ടുവോ ഈ മഹത്വം മുഴുവൻ അവന് ആദ്യ ഭാഗത്തോടുകൂടി നഷ്ടമായി. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അവസാനമുള്ള സംഗ്രഹ കണ്ണികളാണ് ഉപസംഹാരമായിട്ട് നമുക്ക് എന്താണ് പറയുന്നത്. ഇന്ന് നമ്മൾ കണ്ട കാര്യം ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ചായിരുന്നു. ഇതിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ ഭൂമിയിലുള്ള മറ്റു സൃഷ്ടികളാകട്ടെ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതും ആണ്. വീണ്ടും നമ്മൾ കണ്ട കാര്യം മനുഷ്യന് ഒരു ആത്മാവും ശരീരവുമുണ്ട്. ഈ ശരീരത്തെ വെച്ച് നോക്കുമ്പോൾ ആത്മാവിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് കണ്ടു. അതുപോലെ ദൈവം മനുഷ്യരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് കണ്ടു. ഇനി ഈ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച മനുഷ്യരെ ദൈവം പർദീസയിലാക്കി. ഈ പർദീസയിലായിരുന്ന മനുഷ്യൻ എല്ലാ കാര്യവും, അതായത് ഭൂമിയിലെ സകല കാര്യങ്ങളോടും അവർ തമ്മിലും അവർ ദൈവവുമായിട്ടും ഒരു താളക്രമത്തിലായിരുന്നു എന്ന് കണ്ടു. ഇനി ഈ താളക്രമം തെറ്റിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യ പാപം കടന്നു വന്നത് മൂലമാണ് ഈ താളക്രമം തെറ്റിയത് എന്ന് കണ്ടു. അപ്പൊ ഇനി എന്താണ് ഹോംവർക്ക് എന്ന് പറയാമോ? ഇന്നത്തെ ഹോംവർക്ക് 380 കണ്ണിക, ആ സംഗ്രഹത്തിന്റെ ആദ്യത്തെ കണ്ണിക 380 അല്ലേ. ദൈവമേ, അങ്ങ് മനുഷ്യനെ അങ്ങയുടെ സാദൃശ്യത്തിൽ തന്നെ സൃഷ്ടിക്കുകയും സൃഷ്ടാവായ അങ്ങയെ സേവിക്കുവാനും സർവസൃഷ്ടികളുടെയും മേൽ അധീശത്വം സ്ഥാപിക്കുവാനും വേണ്ടി അവനെ ലോകം മുഴുവന്റെയും അധിപതിയായി സ്ഥാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇപ്പം ഹോംവർക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസത്തെ ഇപ്പം 17ാമത്തെ എപ്പിസോഡ് അല്ലേ. അപ്പൊ ഒരു 17 പ്രബോധനങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. ആ പ്രബോധനങ്ങൾ നമ്മൾ ആദ്യ എപ്പിസോഡ് 2 എപ്പിസോഡ് പറഞ്ഞതാണ്. നമ്മുടെ കാറ്റഗിസം പഠിക്കുന്നതിന്റെ ആത്മീയമായ ലക്ഷ്യം ഒന്ന് നമുക്ക് ദൈവികമായ ജ്ഞാനം നേടാൻ വേണ്ടിയാണ്. 2 ഈ ജ്ഞാനത്തിലൂടെ നമ്മൾ സ്നേഹപൂർണ്ണതയിലേക്ക് വരണം. കാരണം നമ്മുടെ അത്യന്തികമായ ലക്ഷ്യം സ്നേഹത്തിന്റെ പൂർണ്ണത വഴിയായിട്ട് ത്രിത്വൈക ദൈവത്തിൽ ഒന്നായി ചേരുക എന്നതാണ്. ഒരു പഠനമായിട്ട് നമ്മളിതിനെ അവസാനിപ്പിക്കരുത്. തീർച്ചയായും പഠനം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നുള്ള കാലഘട്ടങ്ങളിൽ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ തെറ്റായ ഒത്തിരി പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയെക്കുറിച്ചും കാറ്റഗിസത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന വ്യക്തികൾ പോലും വളരെ തെറ്റായിട്ടുള്ള സഭാവിരുദ്ധമായ പ്രബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ സഭയുടെ സത്യപ്രമാണം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുണ്ട്. സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. നിങ്ങളുടെ മറ്റു ബന്ധുക്കളിലേക്ക്, നിങ്ങളുടെ സ്നേഹിതരിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാം ഇത് കൂടുതലായി ഷെയർ ചെയ്ത് അനേകം പേരെ സഭാ സ്നേഹത്തിലേക്കും അതുവഴി ദൈവസ്നേഹം വളർത്താൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഏകരക്ഷക, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദാനമായ, അങ്ങയുടെ ജീവനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയുന്ന ആ വലിയ കാരുണ്യതയോട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ ശക്തമായി അങ്ങ് ജ്വലിക്കണമേ. ഞങ്ങളുടെ വ്യക്തിത്വം പൂർണ്ണമായി ദൈവികമായിട്ട് മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ കേട്ടതുപോലെ വലിയ മഹത്വമുള്ളവരാണല്ലോ ഞങ്ങൾ. ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും, ദൈവത്തിന്റെ ഛായ വഹിക്കുന്നു. ദൈവത്തിന്റെ ഗുണഗണങ്ങൾ ഞങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തോട് ഐക്യപ്പെടാൻ വേണ്ടി ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ധ്യാനിച്ചു കഴിയുമ്പോൾ എത്രയോ വലിയ മാഹാത്മ്യം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ മാഹാത്മ്യത്വം ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾ കുടുംബത്തിലുള്ളവർ ജീവിക്കണം. ഞങ്ങൾ വഴി അനേകര് ഞങ്ങളുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് അതിനോർത്ത് ദൈവത്തെ ആരാധിക്കണം. കർത്താവേ, ആ അവസ്ഥയിലേക്ക് വളരുവാൻ ഇന്നത്തെ എപ്പിസോഡിലെ ഈ ജ്ഞാനങ്ങൾ ഞങ്ങളെ സഹായമായി തീരട്ടെ. ഈ ജ്ഞാനം ഞങ്ങളെ കൂടുതൽ പ്രബുദ്ധരാകട്ടെ, ദൈവികരാകട്ടെ, ഞങ്ങൾ സ്നേഹപൂർണ്ണമുള്ളവരാകട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ മനുഷ്യനെ അതിശയിപ്പിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടിയുള്ള ആ വലിയ ജീവിതത്തിലേക്ക്
സ്നേഹപൂർണ്ണ ജീവിതത്തിന് വളരെ വേണ്ടിയാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയോട് ഞാൻ കുടുംബാംഗങ്ങളെ ചേർത്ത് വയ്ക്കുന്നു, ഞങ്ങളുടെ ശുശ്രൂഷയുള്ളവരെ ചേർത്ത് വയ്ക്കുന്നു, തിരുസഭയും ലോകം മുഴുവനെ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വര എന്നേക്കും ആമേൻ. സംശയ സ്തുതിയായിരിക്കട്ടെ. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പരസ്പരം നമുക്ക് പ്രാർത്ഥനയിലും സ്നേഹത്തിലുമായിരിക്കാം. ഈശോ നമുക്ക് അനുഗ്രഹിക്കട്ടെ. ആമേൻ.